ഈ ഒരു അടിപൊളി സാധനം കണ്ടിട്ട് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഞാൻ പഠിപ്പിച്ചുതരാം ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതും എന്താ സംഭവം എന്നുള്ളത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഫോം ഷീറ്റ് ആണ്. കട്ടിയുള്ള ഫോം ഷീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ കുറച്ച് ഫോം ഷീറ്റ് ഉപയോഗിച്ച് ഒരു കുഞ്ഞു പെട്ടി പോലുള്ള ഒരു സംഭവം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഉണ്ടാക്കാം. അതിനുശേഷം അതേ സൈസിലുള്ള ഒരു ഫോം ഷീറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് ആവശ്യമുള്ള സൈസിൽ ആ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മുടെ കുഞ്ഞുവാവയുടെ ഫോട്ടോ അതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോം ഷീറ്റ് സംഭവം കൂടി അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം കൂടി ചെയ്യാനുണ്ട്. ഇതുപോലൊരു സെറ്റപ്പ് ഞാൻ രാത്രി വീഡിയോ എടുക്കാറില്ല, പക്ഷേ ഈ ഒരു സാധനം നാളെ തന്നെ കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയില്ല. ഇപ്പോൾ കാണുന്നത് പോലുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഇവിടെയുള്ള തെർമോകോൾ ബോൾസ് താഴോട്ട് വീഴുകയും ബേബിയുടെ ഫോട്ടോയും പേരും റിവീൽ ആവുകയും ചെയ്യും. അതാണല്ലോ വേണ്ടത്. ഇനി ആ ഒരു ഗ്ലാസ് ഷീറ്റ് കൂടി ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് ഒട്ടിച്ചതിന് ശേഷം മുകളിലൊരു ഓട്ടയാക്കി നമ്മൾ തെർമോകോൾ ബോൾസ് അതിൻ്റെ അകത്ത് നിറക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് സ്റ്റിക്കർ കൂടി ആ ഒരു ബോക്സിന് ഒട്ടിച്ചാൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിടൽ ചടങ്ങിനൊക്കെ കുഞ്ഞുവാവയുടെ പേരൊക്കെ റിവീൽ ചെയ്യുന്നുള്ള ഒരു സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു കാണാം. ഗുഡ് ബൈ.